സങ്കടത്തിലും താങ്ങായി ഒപ്പം നിൽക്കുന്ന സാന്നിധ്യമാണ് എനിക്ക് മമ്മൂക്ക. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി വഴിപാട് നടത്തിയ മോഹൻലാലിന്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാലിന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. ആരോഗ്യത്തിനും ആയുസ്സിനും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ എന്ന് തനിക്ക് വിശ്വാസമുണ്ട് എന്നും ഇതിനു മുൻപും പലർക്കും ഇതുപോലെ അസുഖം വന്ന സമയത്ത് താൻ അയ്യപ്പന്റെ അടുത്തെത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും വഴിപാട് നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ മുറങ്ങാതെ അയ്യപ്പന്റെ അടുത്തേക്ക് പോയത് എന്നും പറയുന്നു. മമ്മൂട്ടി എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു തളർച്ച വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അയ്യപ്പനെ കാണാനാണ് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ അയ്യപ്പന്റെ അടുത്ത് എത്തിയത് എന്നും മോഹൻലാൽ ഇപ്പോൾ പറയുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ ദേവസ്വം ബോർഡിൽ ആരോ ആണ് ഇത് ഫ്ലാഷ് ആക്കിയത് എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ചെറിയ അസുഖം വന്നു, അതുകൊണ്ട് തന്നെ താൻ അത് ചികിത്സിക്കാനുള്ള വഴികളും ഒക്കെ തന്നെ സഹായിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തിരക്കിക്കൊണ്ട് വിളിച്ചന്വേഷിക്കുകയും ചെയ്തു. എൻ്റെ വിശ്വാസത്തിൽ ചെറിയൊരു രീതി അത് മാത്രമായി ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നും പറയുന്നു. ഇത്ര വിവാദമൊക്കെ ആകേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ? ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യം പോലും എനിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യമായിട്ടല്ല വഴിപാട് കഴിക്കുന്നത്. എന്നാൽ ഇത്തവണ ഞാൻ കഴിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതും ഒക്കെ തന്നെയും സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ ഇത്ര വലിയ വിവാദമാക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരം രീതിയിലേക്ക് വളച്ചൊടുക്കുന്നതിന്റെ ആവശ്യമില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നു. ആദ്യം കണ്ടപ്പോൾ മമ്മൂട്ടിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മോഹൻലാൽ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഭേദമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് മോഹൻലാൽ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്, ചികിത്സയിലൊന്നുമല്ല. അദ്ദേഹം കുടുംബത്തോടൊപ്പം സന്തോഷവാനായി തന്നെ റമദാൻ മാസം ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് അഭിനയ രംഗത്തേക്ക് തന്നെ എത്തുകയായിരിക്കും. നടൻ മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ് ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ. ഈ സിനിമയുടെ പ്രമോഷന്റെ ഒക്കെ തിരക്കിലായ സമയത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ശ്രീ മോഹൻലാൽ അമ്പലത്തിലേക്ക് പോയത്, അതും അയ്യപ്പന്റെ അടുത്തേക്ക്. അവിടെ വെച്ച് വഴിപാടൊക്കെ നടത്തുകയായിരുന്നു, അതും തൻ്റെ സുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി. ഇത്രയും വലിയ തിരക്കുള്ള സമയത്തും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുവിന് വേണ്ടി വഴിപാട് നടത്താനും പ്രാർത്ഥിക്കാനും മോഹൻലാൽ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരല്പം സമയം മാറ്റിവെച്ചു. ഇത് ആർക്കും ഒന്ന് റോൾ മോഡലാകേണ്ട കാര്യം തന്നെയാണ്. അത്രമാത്രമായിരിക്കും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആത്മബന്ധം എന്ന് പറഞ്ഞേ മതിയാകൂ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വാർത്തയായി മാറുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഈ റെസിപ്റ്റ് ചോർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ടും പലരും രംഗത്തെത്തിയിരുന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇപ്പോൾ ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി അദ്ദേഹം ഇനി ഒട്ടും വൈകാതെ അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തും.